വിജയകുമാർ, Yes. ഇന്നിപ്പോ ഏറ്റവും ഈ നിമിഷത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പെരുമ്പാവൂർ പിൻവലിച്ചു. സിനിമ സമരം പിൻവലിച്ചു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തത്തി കളിക്കുകയായിരുന്നു. മാത്രമല്ല ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതൊക്കെ ഇത്രയും വലിപ്പത്തിലാകുമെന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി. വിജയകുമാർ എന്താ തോന്നിയത്? ഒരു സുഖമില്ലാത്ത പോലെ അല്ലേ? മാത്രമല്ല നല്ല സിനിമകൾ ഉണ്ടാവുക, അതാണ്. അപ്പൊ നല്ല സിനിമയുടെ കൂടെ നിൽക്കണമെന്നാണ് ഇഷ്ടൻ പറഞ്ഞത്. ആര്? നമ്മുടെ മോഹൻലാൽ. അദ്ദേഹം പറഞ്ഞു അല്ലേ, നല്ല സിനിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സിനിമാ സംഘ തർക്കം അങ്ങനെ വല്ലാത്ത ഭീകരാവസ്ഥയിലെ കൊണ്ടുപോയായിരുന്നു. ഓൾ ഓഫ് എ ഫൈൻ ഡേ പെട്ടെന്ന് മാത്രമല്ല കടയടയ്ക്കും എന്നുള്ളൊരു ലൈനായി ഒരു സ്വിച്ച് ഇട്ടപ്പോ നിൽക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നണിയിൽ അണിയറയിൽ എന്താ നടന്നതിനെ പറ്റി വേറൊരു അന്വേഷണം പിന്നെ നടത്താം. മാത്രമല്ല ജി സുരേഷ് കുമാറിനെതിരെയുള്ള പോസ്റ്റ്, മാത്രമല്ല സുരേഷ് കുമാർ ഈ എമ്പുരാന്റെ ആകെയുള്ള നിർമ്മാണ തുക 150 കോടിയാണെന്ന് പറഞ്ഞു, അതും പിൻവലിച്ചു. അപ്പൊ ഇനി ഇതിപ്പോ ഒരു പിൻവലിക്കുന്ന സീസണാണെന്ന് തോന്നുന്നല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു സുരേഷ് കുമാർ ആൻഡ് താങ്ക് യു ആന്റണി പെരുമ്പാവൂർ. കാര്യം സിനിമയുടെ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശവും പിന്നീട് അതിന് ആന്റണി പെരുമ്പാവൂർ നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ അല്ലേ ഒരു വേണ്ടാത്ത ഒരു അന്തരീക്ഷം സിനിമയ്ക്കുണ്ടായി. നല്ല സിനിമകൾ വേണം, സിനിമ ഒരു ഇൻഡസ്ട്രിയാണ്, ആ വാണിജ്യ വ്യവസ്ഥ നിലനിൽക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താ സംഭവിച്ചെന്നറിയാൻ നമുക്കറിയില്ലല്ലോ കാര്യങ്ങൾ. വിഷ്ണു സുരേഷിനോട് ചോദിക്കാം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഉണ്ട്. ഹായ് വിഷ്ണു, പറഞ്ഞോളൂ. ഫെബ്രുവരി 13 ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെതിരെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പിന്നീട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മോഹൻലാൽ അടക്കമുള്ള അമ്മയിലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഒരു വലിയ പിന്തുണ ആന്റണി പെരുമ്പാവൂരിന് ലഭിച്ചിരുന്നു. എന്നാൽ അപ്പുറത്തെ വശത്ത് ഫെഫ്കയും അതോടൊപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേംബറും ഒക്കെ ജി സുരേഷ് കുമാറിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പൂർണ്ണ പിന്തുണ സുരേഷ് കുമാറിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണിത് സംഘടനകൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഒരു അടിയന്തര യോഗങ്ങൾ, 2 ദിവസം മുമ്പ് അടിയന്തര യോഗങ്ങൾ ചേർന്നിരുന്നു. ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും ഒക്കെയാണ് ആ യോഗം ചേർന്നത്. അതിൻ്റെ എല്ലാം ഒരു റിസൾട്ടാണ് ഇന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നതിലേക്ക് എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ജി സുരേഷ് കുമാറും അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള തർക്കം അവസാനിച്ചിരിക്കുന്നു. ഫിലിം ചേംബർ ഇന്നലെ ഔദ്യോഗികമായി ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയിരുന്നു. രജിസ്റ്റേർഡ് കത്തായാണ് അയച്ചത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ഏത് സാഹചര്യത്തിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടായ കാരണം അത് വ്യക്തമാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ കത്തയച്ചത്. ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സാഹചര്യം വിശദമാക്കി അദ്ദേഹം ഒരു വിശദീകരണ കുറിപ്പ് ചേംബറിന് നൽകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അപ്പോഴും ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നത്, സിനിമാ സമരം അത് ഒത്തുതീർപ്പിലേക്ക് എത്തിയിട്ടില്ല. അത് മറ്റൊരു കോസിന് വേണ്ടിയാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇരട്ടി ടാക്സ്, അതാണ് പ്രധാനപ്പെട്ട വിഷയം ഉയർത്തുന്നത്. ഒപ്പം ഈ താരങ്ങളുടെ പ്രതിഫലം, ആ 2 വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറുമായുള്ള തർക്കം അവസാനിച്ചെങ്കിലും സിനിമാ സമരം അവസാനിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. ഈ മാർച്ച് 5 ചേംബർ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും സൂചനാ പണിമുടക്കിന്റെ തീയതി അടക്കം പ്രഖ്യാപിക്കുക, തുടർ നടപടികൾ അടക്കം തീരുമാനിക്കുക. പക്ഷേ ഒരു ഭാഗികമായി ഒരു മഞ്ഞുരുകൽ എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകും. അപ്പോഴും പൂർണ്ണമായും പ്രതിസന്ധി ഒഴിഞ്ഞിട്ടില്ല. സംഘടനയ്ക്ക് ആന്റണി വഴങ്ങിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതെന്നുള്ള ഈ സിനിമാ സമരം പ്രഖ്യാപിച്ചത് 27 തീയതിയായിരുന്നു. ഈ സിനിമാ സമരം പ്രഖ്യാപിച്ചത് അതിന്റെ സൂചനാ പണിമുടക്ക് ചിലപ്പോൾ 27 തീയതിയായിരുന്നു. അന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ എമ്പുരാന്റെ റിലീസ്. അപ്പോൾ എമ്പുരാന് പണി കൊടുക്കാനാണോ ആ ദിവസം പണിമുടക്കുന്ന ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാരണമായിട്ടുണ്ടാവും ഒത്തുതീർപ്പായി പോകാൻ, അല്ലേ വിഷ്ണു ബ്രോ? ഹാഷ്മി, അങ്ങനെ ഒരു ഔദ്യോഗിക ഡേറ്റ് ഇതുവരെ ചേംബർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലായത്. അങ്ങനെ ഒരു ഡേറ്റ് എടുക്കാൻ വേണ്ടി മാർച്ച് 5 അവർ യോഗം ചേരാൻ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം 25 തീയതിക്ക് ശേഷം തിയേറ്റർ ഉടമകൾക്കൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് 25 ശേഷം ഒരു സിനിമയും നിങ്ങൾ കമ്മിറ്റ് ചെയ്യരുത്. അതായത് 25 ശേഷം നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടാൽ ഇനി സിനിമാ സമരം വന്നാൽ പോലും അവർക്ക് ആ സിനിമ പ്രദർശിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വരും. അതുകൊണ്ട് 25 വരെ നിങ്ങൾ കരാറിൽ ഏർപ്പെടുക. അതിനുശേഷം പിന്നീട് ആ ചേംബറുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതിയെന്ന് മാത്രം ഒരു നിർദ്ദേശമാണ് നൽകിയത്. അങ്ങനെ 27 തീയതി എമ്പുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു സമരം ഉണ്ടാകും, അല്ലെങ്കിൽ ആ റിലീസ് മുടക്കുന്നതിന് വേണ്ടി ഒരു സമരം ഉണ്ടാകുന്ന നിലപാടിലേക്ക് ചേംബർ പോയിട്ടില്ല എന്നാണ് ചേംബർ ഭാരവാഹികൾ പറയുന്നത്. അന്തരീക്ഷത്തിൽ നിന്നെത്തിയ ഒരു വാർത്ത മാത്രമാണത്. മാർച്ച് 5 തീയതി ആയിരിക്കും സമരവുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക തീരുമാനത്തിലേക്കൊക്കെ ചേംബർ പോകുക. എന്തായാലും ഈ തർക്കം അവസാനിച്ചിട്ടുണ്ട്, പക്ഷേ സിനിമാ സമരം ഉപേക്ഷിച്ചിട്ടില്ല. ഹാഷ്മി. താങ്ക് യു വിഷ്ണു സുരേഷ്.